എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ സന്തോഷിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. എന്തിനെന്നല്ലേ പറയാം. അതായത് മിനിയാന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ പേരാമ്പ്രന്ന് വെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ബസ്സും ടാങ്കർ ലോറിയും കൂടി തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപ്പം അരുണ് ബസ്സിലെ ഡ്രൈവറാണല്ലോ. ചട്ടിപ്പത്തിരി കഴിക്കാം കേട്ടോ ഗൈസ്. നാമം കഴിക്കുകയും ചെയ്യാം, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ചട്ടിപ്പത്തിരി മാത്രമല്ല ഉന്നക്കായി ജ്യൂസും. വിശന്നപ്പോൾ പുറത്ത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ബസ് ആക്സിഡൻ്റ് ആയി എന്ന് കേട്ടപ്പോഴേക്കും ചില ലെവളുമാരുണ്ട് കേട്ടോ, അവർ അത് അരുണാക്കി വെച്ച് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്സിഡൻ്റ് ആയ പയ്യൻ്റെ പേരും അരുണിൻ്റെ പേരും ഏകദേശം സാമ്യമുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാ ന്യൂസും വിളിച്ച് പറഞ്ഞ ആൾക്കാർ, പൊതുവെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ ന്യൂസും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരാണ് ആഹ്ലാദിക്കുകയും അർമാദിക്കുകയും എന്നതല്ലേ. എന്നുവെച്ചാൽ നേരം വെളുക്കോളും ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അരുണായാൽ മാത്രമേ ഞാൻ മെഡിക്കൽ കോളേജിൽ നേരം വെളുക്കോളും നിൽക്കൂ എന്നുള്ള ചിന്താഗതിക്കാരുള്ള വേറെ കുറച്ച് ആൾക്കാർ എന്താല്ലേ ചെയ്യാം. അപ്പം ഇവരോടൊക്കെ ആയിട്ട് പറയാം, അത് ഞങ്ങളെ വ്യാമോഹം മാത്രമാണ്, അത് അരുണല്ല. അപ്പം പറയും, അരുണിനെ കാണിച്ചെന്നൂടെ? കാണിച്ചു തരാം, ഓർഡർ പോയതാ, 12 മണിയാവും എന്നോട് എത്താൻ, നാളെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഒരു ആക്സിഡൻറ്റ് പറ്റി, അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു തോല് പോലും പോകാണ്ട് അവൻ്റെ മേൽ കാണാൻ പറ്റുക എന്ന് പറയുന്ന അത്ഭുതം തന്നെയാണ്. കണ്ടിട്ടുണ്ട്, അതവനല്ല കേട്ടോ. അപ്പം ഈ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അയച്ചിട്ട്, ഇത് അരുണാണോ, ഇതിലത്തെ ഡ്രൈവർ അരുണാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് അരുണല്ല. അരുൺ അന്ന് പ്രൈവറ്റ് ബസ്സിലാണുള്ളത്, കൂട്ടാളിയുടെ പിന്നെ കോഴിക്കോട് ബസ്സിലാണ് അരുണുള്ളത്. അരുണല്ല അത്. ചിലത് അവനെ കണ്ടിട്ട് അരുണിനെ പോലെ ഉണ്ട്, അരുണാണത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പൊലിക്കും. നമ്മുടെ നാട്ടുകാരല്ലേ, അവിടെ പൊലിപ്പിക്കലേ ഉണ്ടാവും കേട്ടോ. പിന്നെ നാളെ അരുണിനോടോ എന്നോടോ ഒന്നും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരോട് വേണമെങ്കിലും സംഭവിക്കും. കാരണം നെട്ടിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ് അത്. മനുഷ്യനല്ല, നമുക്ക് മനസ്സറിയാനും. വണ്ടി ഏത് നിമിഷം ഏത് പാർട്സും കംപ്ലൈൻ്റ് ആവും. അതെന്നും മെക്കാനിക്കിനെ കാണിച്ച് നമ്മൾ ഇറക്കിയാലും ഏത് പാർട്സ് എപ്പോഴാണ് കംപ്ലൈൻ്റ് ആവുക എന്ന് പറയാനും പറ്റൂല. അപ്പം മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യുന്നതല്ല. ഇത് ലോറി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നേരെ എൻ്റെ മുമ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവനും ചവിട്ടിയിട്ട് കിട്ടിയില്ല, ലോറിക്കാരനും ചവിട്ടിയിട്ട് കിട്ടിയില്ല. അതാണ് സംഭവം. പിന്നെ ഞാൻ
നേരം വെളുക്കോളൂ ഹോസ്പിറ്റലിലുള്ളത്. അതെൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ പോയി നിൽക്കും. അരുണിന് വേണ്ടിയിട്ട് മാത്രം നേരം വെളുക്കോളൂ ഹോസ്പിറ്റലിൽ നിൽക്കാവൂ എന്നൊന്നുമില്ലല്ലോ. അതെൻ്റെ സുഹൃത്താണ്. അപ്പം അവന് വേണ്ടിയിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കും. നമുക്ക് സ്വാഭാവികമല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുമ്പോഴേക്കും ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ചാടിപ്പുറപ്പെടുന്ന ഉണ്ടല്ലോ, നല്ലതിനല്ല. കണ്ടേക്കൾ. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്ത് കേൾക്കുമ്പം എന്ത് കാണുമ്പോഴേക്കും സ്വയം ജഡ്ജ് ചെയ്ത് സ്വയം അങ്ങോട്ടാക്കുമ്പോൾ നിരപരാധികളാണ് അപരാധികളാവുക എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുക. നേരത്തെ വീഡിയോ ചെയ്തിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയതാണ്. അപ്പോൾ അവന് എന്തെങ്കിലും ഒരു കഴിക്കാൻ തോന്നി. അപ്പോൾ ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് സ്നാക്സും ജ്യൂസും എടുപ്പിച്ചതാണ്. അപ്പോൾ വിചാരിച്ചു അതിൻ്റെ കൂടെ വീഡിയോ ഒന്ന് ചെയ്തേക്കാം. ചിലർക്ക് ഫുഡിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ രണ്ട് വിഭാഗക്കാരെയും മുൻഗണനയിൽ എടുത്തിട്ടാണ് ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കാര്യവും പറയാം, എനിക്ക് കഴിക്കുകയും ചെയ്യാം. രണ്ട് സമയം പോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കുടിക്കുന്നത് മുഹബത്ത് കാ സർബത്താണ്. പിന്നുള്ളത് പേരെന്തായിരുന്നു, ഉന്നക്കായ ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്, മുഹബത്ത് കാ സർബത്തുണ്ട്. ഇത്ര ഐറ്റംസാണ്. ഇന്ന് അപ്പം ചോദിക്കണ്ട, നീ തിന്നാനായിട്ട് ജീവിക്കുകയാണോ ജീവിക്കാൻ വേണ്ടിയിട്ട് തിന്നുകയാണോ? ഞാൻ തിന്നാനായിട്ട് ജീവിക്കാം, അതിലൊരു സംശയവും വേണ്ട. എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഫുഡ് കഴിക്കും. അതേസമയം എനിക്ക് ഡയറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ഡയറ്റും ചെയ്യും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എപ്പോഴാ നമ്മളൊക്കെ തട്ടിപ്പോകാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനനുസരിച്ച് ഇതാക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടേലും ഈ ആക്സിഡൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ആൾക്കാർ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട് ഡ്രൈവർക്ക് ഇങ്ങനെയുണ്ട്. അവൻ ഓക്കെയാണ്, ഇന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയിട്ടുണ്ട്. എന്തോ കണ്ണ് തട്ടാനുള്ള പുരുകത്ത് തട്ടി എന്ന് കൂട്ടിയാൽ മതി. ബസ് കണ്ടാൽ ആൾ സ്പോട്ടിന് ഡെത്താന്ന് തോന്നും. പക്ഷേ അതിനത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളുണ്ട് കേട്ടോ, മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വലുതായിട്ട് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പഴുക്കുകളുണ്ട്. എവിടെയൊക്കെ പെയിൻറ്റുകളൊക്കെ ആവുക അവിടെയൊക്കെ അവൻ പെയിൻറ്റുകളൊക്കെ പെയിൻറ്റ് എന്ന് മീൻസ് ഉദ്ദേശിച്ചത് തൊലിയൂരി പോയിക്കുന്ന കേട്ടോ. അപ്പം ബസ് വിട്ട് പെണ്ണിൻ്റെ മണിക്ക് പോയി എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയാണ്. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. പലരും അരുണാന്ന് വിചാരിച്ച് ജിങ്ക ലാല എന്ന് പറയാൻ പുറപ്പെട്ട ചുമ്മാതാ. അത് അരുണല്ല കേട്ടോ. ഇനി പരിദൂഷണം പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേരിൽ പറഞ്ഞോളേ. അപ്പോൾ ഞാൻ ബാക്കിയുടെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് കിടന്ന് ഉറങ്ങാൻ.
അപ്പോൾ എല്ലാവരോടും ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഇവിടെ തീർക്കട്ടത്, ഇത് രണ്ടുകൂടി ഉണ്ട്, ഇവിടെ ഒന്ന് തീർത്താളുടെ. ഓക്കെ, ടാറ്റാ.